എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം സിക്സ് പാക്കും ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പഠിച്ചു വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തുറ തന്നാൽ വരാമെന്ന് പറയും. എന്തേ പെൺകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ചേട്ടൻ എൻ്റെ തല്ലുമെന്ന് എനിക്കറിയില്ല. വന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടുകൊടുക്കുമെന്ന് ചോദിച്ചു. അമർലല്ല അയാളെ അതെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി ആണാണ്, അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം തിരിക്കുന്നു. ഇത് ആരുടെയൊക്കെ റൂമിലാണ്, ആരൊക്കെ തട്ടിയത്, ആരൊക്കെ ആരുടെ കൂടെ, ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ജോലി. എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. എനിക്ക് അവരുടെ കൂടെ പോകാൻ അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചയ്ക്കാണ് പറഞ്ഞു. ഹലോ ഹായ്, വെൽക്കം ടു മൂവി വേൾഡ്. ഇന്ന് മൂവി വേൾഡിൽ നമ്മളോടൊപ്പം ആരാണെന്നുള്ളത് അറിയോ? ഞാൻ ഒരുപാടായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇതൊരു റൈറ്റ് ടൈമാ തോന്നുന്നു. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ സുധീരേട്ട ആൻഡ് പ്രിയ. സുധീരേട്ടാ, പുള്ളിക്കാരി കുറേ ട്രൈ ചെയ്ത് എന്തൊക്കെ ഇൻ്റർവ്യൂ ഇടണം, വീട്ടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്തെങ്കിലും CD മൂസായിട്ട് പറയാം, വേണ്ട നമുക്ക് ഇങ്ങനെ ഇട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് എവിടെ ചെന്ന് എത്തുന്നുള്ളൂ. പക്ഷേ റൈറ്റ് പ്ലേസിൽ കൊണ്ടിട്ടു. എന്തായാലും ചേച്ചി സുധീരേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, അടിപൊളി ലുക്ക് കേട്ടോ. ആ ഒരു അല്ലേ? CID മൂസയൊന്നൊരു മാറ്റവും ഇല്ല. അതിപ്പോഴും അല്ല, ഞാൻ ഹെയർ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. CID മൂസ ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര 20 വർഷമായി അല്ലേ? 20 വർഷം കൊച്ചു രാജാവ് ഇറങ്ങിയപ്പോൾ ഞാൻ അതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ആണ് തീർച്ചയായിട്ടും. അതെ അത് തന്നെ. ചേച്ചി എന്തോ പേടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാ പേടിക്കണം? ഉണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളായിട്ടൊക്കെ പോകാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടാ, ആദ്യം തന്നെ നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുകയുണ്ടായി, ഷോർട്ട് ടെമ്പേർഡാണ് ആള്, സംസാരിക്കാൻ ദേഷ്യം വരുമ്പോൾ. ഇത് എന്താ കാര്യം എന്നറിയാം, എന്നെ വെളിയിൽ നിന്ന് കാണുന്നവരെല്ലാം പേടിയ എന്നെ. കാര്യം എന്താണെന്നറിയാം, ഇതെന്തുകൊണ്ട് എന്നെ പേടിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇത്ര ഉള്ളതെന്നറിയാം. കാര്യം എന്തിനും ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോ അത് ചിലപ്പോൾ അതുകൊണ്ടാവാം, കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഒരു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം സിംഗം, ചോര കുടി, പിന്നെ വെടിവയ്പ്പ്, പോയിപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കണേ. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 12 വർഷം മുമ്പ് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവൻ തല്ലിയവനെന്നൊക്കെ ഒരു ന്യൂസൊക്കെ അതൊക്കെ ഈ യൂട്യൂബിലേക്ക് കിടക്കണമുണ്ട്. ചിലപ്പം പിന്നെ സ്ത്രീ വിരോധിയാണോ, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ തല്ലുവോ. ആ ഒരു ഗ്യാപ്പിൽ ഈ 12 വർഷത്തിൽ ആൾക്കാരെങ്കിലും അകറ്റി നിർത്താൻ കാര്യം ഇങ്ങനെ ഒരു വിഷയം വരുമ്പം സാധാരണ പിന്നെ അത് നമ്മളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും. എന്താണ് സംഭവിച്ചത് അതിൻ്റെ ആവശ്യമില്ല. ഈ വാക്കിന് പൊട്ടിച്ചെവിന്ന് പറഞ്ഞ് അന്ന് എൻ്റെ ഗുരുതുല്യനായ വിനയ സാറും പറഞ്ഞു, എന്തിനാടാ നീ ആരെങ്കിലും എന്തിനും പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആരോ പുള്ളിയുടെ ശത്രുക്കളോ എന്നെ ഞാൻ കയറി വരുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരോ ആരോ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് കൊടുത്തു. അതങ്ങനെ ഒരു ന്യൂസ് വെളി വന്നു. അതുകൊണ്ട് അതൊന്നും വയോജിക്കുന്നില്ല. പക്ഷെ അത് മാനസികമായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 100 കമൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിലൊരു 10 കമൻറ്റ് ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കമൻ്റായിരിക്കും. അത് കേൾക്കുമ്പോൾ ഇത് അന്നേ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു, അത് പറഞ്ഞ് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഈ കമൻറ്റ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ അന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. തോന്നുന്നുണ്ടോ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ? ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാതെ വന്നായിരുന്നു ആ സമയത്ത് അല്ലേ. കയ്യാതെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കമൻറ്റ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചല്ലേ. ഇവന് ക്യാൻസർ അല്ല, ഇവൻ അതിൻ്റെ അപ്പുറം വരും. കാരണം ഇവൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവനാണ്. അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായി. അതാണ് കാരണം. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യാത്ത തെറ്റാണ്, ഇത് ചെയ്തിട്ടില്ല. ഈ ഡ്രാക്കുള കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഹിറ്റായ സമയമായിരുന്നു അല്ലേ അത്? പക്ഷേ ചേട്ടൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് പൊങ്ങാതിരിക്കാൻ ഈ ഒരു ഗ്രാഫ് മേലോട്ട് പൊങ്ങാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഈ സാധനം പിന്നെ ഉപകരിച്ചെന്നുള്ളതാണ് സത്യം. മേലോട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ അത് ഉപകരിച്ചു, ഒരു പരിധി വരെ ഉപകരിച്ചു. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെയും ഈ തലയിലെഴുത്തിൻ്റെ ശക്തി കൊണ്ടും തമ്പുരാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ സിനിമയിലെ ചോറുണ്ണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. ഇന്നും സിനിമയെ പിടിച്ചു നിൽക്കുന്നുണ്ട്. വലിയ അങ്ങ് അടിച്ചു കയറി വന്നില്ലെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. CID മൂസയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ചേട്ടാ? ഉദയകൃഷ്ണൻ CBK തോമസിലെ ഉദയേട്ടനാണ് എന്നെ കൊണ്ടുവന്ന് ദിലീപേട്ടനെ ജോണിച്ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നതും
അങ്ങനെ അവരെന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷന് എൻ്റെ അവസാനം എന്നെ ആ ക്യാരക്ടറിന് വെച്ചു. അതാണ് എൻ്റെ സിനിമ. ഞാനൊക്കെ നോർത്ത് ഇന്ത്യൻ ആണെന്നാണ് വിചാരിച്ചത് കേട്ടോ ചേട്ടൻ. അല്ല, ഇതിനിടയ്ക്ക് ഒരു രസം കൂടെ മലയാളിയാണെന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഈ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിടയ്ക്ക് ക്യാപ്റ്റൻ ജാ സാർ അതിനകത്തുണ്ട്. സൗണ്ട് ഏകദേശമാണ്. ഞാൻ വിചാരിച്ച മകനാണെന്ന് വിചാരിച്ചു. എങ്കിൽ എന്നെ പിന്നെ ഇടയ്ക്ക് എന്നോട് സുരേഷ് ഏട്ടൻ ഏതോ ഒരു സെറ്റിൽ വെച്ചിട്ട് എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. ക്യാപ്റ്റൻ രാജുവിന് മങ്കാമകേഷിലുണ്ടായ മോൻ എന്ന് എന്നെ സുരേഷ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ എന്നെ ഈ വോയിസും കുറച്ചൊക്കെ അതെ എന്ന് കളിയാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഒരു സിമിലാരിറ്റി ഉള്ളത്, ഞാൻ അയച്ചേൻ്റെ മോനാന്ന് പുള്ളി തന്നെ എന്നോട് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടോ എന്റെ മോനാണെന്ന്, ഇത് സത്യം ഇട്ടുകൂടാ. സൗണ്ടൊക്കെ കറക്റ്റ്. ആദ്യം ഞാൻ ചോദിച്ചു ഒരു മാസം മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ തർക്കിച്ചു. ഞാൻ പറയാം ആണെന്ന് പറഞ്ഞു. അല്ല അനീഷ അല്ല. അപ്പോൾ വന്നിട്ട് ഇന്ന് ആ ക്ലാരിഫിക്കേഷൻ എനിക്ക് ആയിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷെ അത് മാറി കിട്ടി. എന്നെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. കാര്യം എനിക്ക് എന്തോ എൻ്റെ ഫാദർ എന്നെയും അദ്ദേഹത്തെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അനിയനായിട്ട് തോന്നുള്ളൂ. അതേ ഹൈറ്റും അതേ അവസാനം അല്ലേ, അതേ ശബ്ദവും എല്ലാം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരാളെ പോലെ 7 പേരോ 9 പേരൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ അവർ ഇതിൽ വന്നാലും ഹൈറ്റും ഏകദേശം രായിച്ചാൻ്റെ അത്ര ഹൈറ്റും ഉണ്ട്. അതെ, നല്ല ഹൈറ്റ്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഈ സംസാരം അത് തന്നെ അല്ലേ ഏകദേശം. അതെ, മലപ്പുറം കത്തി മിഷൻ കണ്ട് ഒലക്കയുടെ മൂട്. അത് ചേച്ചിക്കൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ പല നമുക്ക് പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇപ്പോഴും ഈ ഒരു നിമിഷവും ഇടതും വലതുമായിട്ട് നിൽക്കുകയാണ്. ചേച്ചിക്ക് നിമിഷം എന്താ പറയാനുള്ളത്? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്, അപ്പോഴും കൂടെ നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? എന്തു പറയാനാ, അടിച്ചേൽപ്പിക്കാണ് അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക, അത്ര തന്നെ. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമുക്ക് അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ. ആ ഒരു നടിയുടെ കേസ് വന്നെന്ന് തന്നെ ഞങ്ങളന്ന് ഫിലിമിന് പോയി. വൈകുന്നേരം ഇത് ചാനലിലൊക്കെ ഭയങ്കര സുധീർ അറസ്റ്റ് ചെയ്തു. അപ്പം കമ്മീഷണർ ഇതിലൂടെ പറയുന്നു, പോലീസ് ഓഫീസർ സുഹൃത്തുക്കളൊക്കെ വിളിച്ച്, സുധീർ എന്താ സംഭവിച്ചത്, ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ലല്ലോ, പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരാ ഇത് എന്നൊക്കെ പലരും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ ചോദിക്കുന്നത് കമ്മീഷണർ സുധീറിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്നു, മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഉത്തരവ് വന്നിട്ടുണ്ട്, എന്താ സംഭവം, ഞങ്ങൾ പോലീസുകാരെ വിട്ടിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല, എന്താണ് ഇതിൻ്റെ, ഇത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ന്യൂസ് വെളി വരും. ചുമ്മാ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുമായിരിക്കാം, പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്ന പേര് വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല സാറേ, അറസ്റ്റ് ചെയ്തോ നിങ്ങൾ തന്നെ വന്ന്, ഞാൻ ദേ ഇവിടെ ഉണ്ട്, ഞാൻ എൻ്റെ തിയേറ്ററിലുണ്ട്, സിനിമ ഉണ്ട്, നാളെ രാവിലെ ഞാൻ ഹൈദരാബാദിന് പോവാണ്, ഡ്രാക്കുളയുടെ തെലുങ്ക് അതിന് വേണ്ടി പോവാണ് എന്ന് പറഞ്ഞു. അപ്പോഴും അറസ്റ്റൊന്നും വന്നില്ല, ആരും വിളിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ ചാനലിൽ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സുധീറിനെതിരെ പരാതി കൊടുത്ത് നടിയെ തട്ടിക്കൊണ്ടാവും പോയെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും വിനയ സാറും നടൻ കൃഷ്ണ ആര്യൻ ഞങ്ങളെല്ലാവരും കൂടെ ഹൈദരാബാദ് എൻ്റെ തെലുങ്ക് വെർഷൻ്റെ ഇതിൽ. അപ്പം അവിടെ പോകുമ്പോഴേക്കൊക്കെ ചാനലിലൊക്കെ തിരിച്ചു വരുമ്പോൾ സുധീറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം എയർപോർട്ടിൽ ആരെയും കണ്ടില്ല അറസ്റ്റ് ചെയ്യാൻ. അവസാനം ഞാൻ സ്റ്റേഷനിൽ ഞാൻ തന്നെ വന്നു, സാർ എന്താ സംഭവം നേരിട്ട് അന്വേഷിക്കാൻ ഞാൻ സ്റ്റേഷനിൽ തന്നെ വന്നു, എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ നിൽക്കണം സാർ എന്ന് പറഞ്ഞാൽ കടവന്ത്ര സ്റ്റേഷനിൽ ചിലപ്പം അവിടെ വന്ന് സുധീർ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല, പോലീസുകാർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിൻ്റെ ബേസിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, ഒരാൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത് വിടാന്നല്ല, എന്നെ ചോദ്യം ചെയ്ത് വിട്ടു, അതെൻ്റെ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് സ്റ്റേഷൻ ജാമ്യം വിട്ടു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഈ പുറത്തു വരുന്നത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഈ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തും ഇത് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ അങ്ങനെ ഇത് പരമമായ 100% എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യമാണ്. ഇതാണ് ഈ പറയപ്പെടുന്ന നടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്കൗട്ട് ക്ലാസ്സിലും ഡാൻസിനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആയതും. ഇതാരെങ്കിലും ഒന്നുമല്ല സ്വന്തമായിട്ട് തോന്നിയതല്ല. അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു പോകാണ്. ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പുള്ളിക്കാരത്തേക്കുള്ളത് ദൈവം കൊടുക്കും, അത് അങ്ങനെയാണല്ലോ, അതിൽ പ്രകൃതി കൊടുക്കും. അതങ്ങനെയാണ്. കാരണം ഒരാളെ മനസ്സറിയാത്ത ഒരാളെ വേദനിപ്പിച്ചാൽ അത് കിട്ടുന്നുണ്ടായിരിക്കാം. അതാണ് പുള്ളിക്കാരത്തെ അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ, വന്നിട്ടില്ല. അതാണ് അതാണ് ചേട്ടനിപ്പോഴും ഉണ്ട്. ഞാനിപ്പോഴും ഇൻഡസ്ട്രിയിൽ നല്ല മുന്നിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാ സിനിമയിലും 6 സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, അടിപൊളി. അപ്പോൾ ഉണ്ട്. അപ്പോൾ അതാണ് സത്യം എന്ന് പറയുന്നത്, സത്യം എന്നും നിലനിൽക്കും. അപ്പോൾ ഇതിലെ സംഭവം എന്ന് വെച്ചാൽ 2006 ക്രൈം നന്ദകുമാർ അയാൾ ജീവനോടുണ്ട്, അദ്ദേഹം ഒരു ക്രൈം ഇറക്കി. അതിനകത്ത് പല മുൻനിര നടന്മാരെയും അവരുടെ കൂടെ പോയിട്ട്
ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനകത്ത്. അതിൽ എത്രത്തോളം സത്യമുണ്ട്. ഈ ക്രൈം ഞാൻ പുള്ളിക്കാരത്തെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ക്രൈം നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിനയ സാറ് ഈ പുള്ളിക്കാരത്തിയെ സെലക്ട് ചെയ്തു, റൊമാനിയക്ക് കൊണ്ടുപോകാൻ വിസയൊക്കെ അടിക്കാൻ കൊടുത്തു. വിസ അടിച്ച് വന്നു എന്നറിഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തിയെ ഞാൻ അറിയുന്നത് പോകുന്നതിൻ്റെ തലേദിവസമാണ്. അയ്യോ, അപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരത്തി ആണോ സെലക്ട് ചെയ്തത് എൻ്റെ വൈഫായിട്ട്? പുള്ളിക്കാരത്തി കുറച്ച് പ്രശ്നം ഉള്ള ആളാണ്. നേരത്തെ ഇവരെ പറ്റി ന്യൂസൊക്കെ വന്നിട്ട് ഇവർ നാടൊക്കെ വിട്ടുപോയി, ഏത് അമേരിക്കയിൽ എവിടെ പോയതാണ്, പിന്നെ ഇപ്പോഴാണ് ഇവരെ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ മദറൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും. ഞാൻ അതൊന്ന് അറിഞ്ഞ് വന്നിട്ട് സാറിന് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ക്രൈമിലൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ആരാണ്ടൊക്കെ പറ്റിച്ച് പൈസ വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, എടാ എല്ലാം മാറ്റാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഇനി പകരത്തിന് ആളെ വയ്ക്കാനോ ഒന്നും സമയമില്ല. ഞങ്ങൾ പോകാൻ 2 ദിവസമേ ഉള്ളൂ. മനസ്സില്ലാ മനസ്സോടെ കൊണ്ടുപോയി അവിടെ അഭിനയിപ്പിച്ച് അവിടെ തന്നെ മരിച്ചു, കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചു. അങ്ങനെ ഒരു സീനാക്കി അങ്ങനെ വിട്ടു. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഏതോ ഒരു റൂട്ടിൽ എൻ്റെ വായിൽ നിന്ന് പോയതാണോ എങ്ങനെയാണോ ഇതാര് പറഞ്ഞു ഒന്നും അറിയില്ല. പുള്ളിക്കാരത്തിയുടെ അറിഞ്ഞു സംഭവം. ഭയങ്കര കാര്യം എന്നോട്. അവിടെയൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് 1 മാസം കേരളത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 മാസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പ്രിയയാണ് കൊണ്ടു നടന്നത്. പ്രിയ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി തടി കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കഴിയുന്ന മാക്സിമം. ഞാൻ നല്ല ഫിറ്റാണല്ലോ ട്രാക്കുകളൊക്കെ വേണ്ടി നല്ല. അപ്പം അവിടെ റൊമാനി വെച്ച് ഞാൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുവാണ് പുള്ളിക്കാരത്തി. ഇതൊന്നും മനസ്സിൽ വെച്ചില്ല. പക്ഷേ ഞാനിവർ പാര വെച്ചു എന്ന് പുള്ളിക്കാരത്തി ഇവിടെ. കാരണം 2 നായികമാർ വേറെ വന്നു തമിഴിൽ, തെലുങ്കിൽ നിന്ന്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം മാറി. ഇത് ആരോ പാര വെച്ചതാണ്, ഞാനാണിത്, എനിക്കിതൊക്കെ അറിയാമെന്നാണ്. അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു, സുധീറാണ് ഇതിൻ്റെ പിന്നിൽ നിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടാനുള്ള കാരണം. അങ്ങനെ എന്നെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ ഇവർ പറഞ്ഞു. അതിനെതിരെ ഞാൻ ഈ ഡാൻസ് ക്ലാസ് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോൾ ഉടനെ ഇവരുടെ മദർ പറഞ്ഞു, നീ പറഞ്ഞടാ, നീ പറഞ്ഞ ഈ പടത്തിൽ വയ്ക്കണം, നീ കാരണമാണ് എൻ്റെ മോക്ക് വേഷം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാടാ, എന്താ ചെയ്യേണ്ടതെന്നറിയാം, എന്നെപ്പറ്റി നിനക്ക് അറിഞ്ഞുകൂടാ. അവിടെ വെച്ച് വാണിംഗ് തന്നു. അവിടെ ഒരു വാണിംഗ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാ. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്. നിങ്ങളൊരു നടിയെ ആ സമയത്ത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നോ? കൂടെ വന്നിട്ട് ഞെട്ടിപ്പോയെന്നോ? ചേട്ടാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ നടിയുടെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ WCCക്കെതിരെ കേസ് കൊടുത്ത ഇങ്ങനെ ഈ ഹേമ കമ്മീഷന് ഇങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ച ആളാണോ? ഒരിക്കലുമല്ല. അവരൊന്നും മലയാള സിനിമയുടെ ഭാഗമേ അല്ല. ഈ പറയുന്ന ഐഡിയ ഒന്നുമില്ല. അവരുടെയൊക്കെ സിനിമയല്ല അവരുടെ ഗെയിം വേറെയാണ്. സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ. അത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതിനെപ്പറ്റി എന്തെങ്കിലും ഓപ്പോസിറ്റ് സാധനം അവർ പ്രതികരിക്കട്ടെ, വെല്ലുവിളിക്കുക. പ്രതികരിച്ചാൽ ക്രൈം നന്ദകുമാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി. എനിക്ക് എൻ്റെ മക്കൾ 2 പേര്, അവർ നല്ല കാനഡയിൽ നല്ല അന്തസ്സായിട്ട് പഠിച്ച് ജോലി ചെയ്യുന്നു. എന്താണ്ട് പ്രിയ, അവൾ സേവ. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോലെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മടിയിൽ കനവില്ല. പിന്നെ എന്തിനാ ഞാൻ വഴി ഭയക്കണം? കനവുള്ളവൻ പേടിച്ചാൽ മതി. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും പേടിക്കേണ്ട. ഞാൻ ഇല്ലീഗലായിട്ട് ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അന്നന്ന് ചില ദിവസങ്ങളിൽ ഞാൻ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് വരും. കാരണം എനിക്കറിയില്ല എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഉടനെ ഞാൻ വിളിച്ചിട്ട് എടാ ഒരു 10,000 ഇടൂ. ഇന്നും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന അതിൽ ഞാൻ ഹാപ്പിയാണ്. ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ട് അല്ലേ? എനിക്ക് അതാണ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ. ആണുങ്ങളും ഇവിടെ ചോദിച്ചാൽ മതി, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒത്തിരി പേര് എനിക്ക് ഫ്രണ്ട് സർക്കിളുണ്ട്. അതിലെല്ലാം എനിക്കൊരു വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ താങ്കൊണ്ട് നടക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ താങ്ങ് നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബന്ധങ്ങളല്ലേ. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതൊരു ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. രാത്രി മുഴുവൻ എൻ്റെ കൂടെ ചിലപ്പോൾ കറങ്ങി കിടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. ഞങ്ങൾ അല്ലേ ഒരുമിച്ച് പുറത്തു പോകും എല്ലാം. ഇത് പറയുന്ന പോലെ പറയുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കാണുന്ന പോലെ ഇല്ല കേട്ടോ. നല്ല പ്രായമുണ്ടേ 2 പേർക്കും. മക്കളൊക്കെ കാനഡയിൽ, മക്കളെ ഞങ്ങൾ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞാൽ ഈ ചിങ്ങം അവസാനം അതിന് ഞാൻ 40-ലേക്ക് കിടക്കും. ഇവള് 34.
അത്രേ തോന്നിക്കുള്ളല്ലോ. അത്രേ ഉള്ളൂ. എന്നാ ഉറപ്പിച്ചോ സ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ട് പിടിക്കണ്ട. അത് ഞാനല്ല ഇവിടെ പറഞ്ഞത്. അല്ലേ വയസ്സുള്ളവരെയാണ്. അസുഖം ഉണ്ടല്ലേ? അസൂയല്ല, കുറച്ച് കുറച്ച് അതുകൊണ്ട്. പക്ഷെ എനിക്ക് ചേച്ചിന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ, കണ്ടാ തോന്നില്ല ചേച്ചിന്നൊന്നും വിളിക്കാൻ. അല്ലാതെ അപ്പോൾ ഞാൻ വിളിക്കാൻ പ്രിയാന്നാ പറ്റില്ലെന്ന് വിളിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പ്രിയാന്നാ വിളിക്കുന്നത്. ചേട്ടാ ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ, പവർ ഹീറ്ററാണോ? അത് മനസ്സിലായി. ക്രിക്കറ്റിലാണോ? ക്രിക്കറ്റിലല്ല, ഇപ്പോൾ കുറച്ച് പവർ എന്നുള്ളൊരു പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മീഷനിൽ പവർ എന്താണ് പവർ ടീം 15 അംഗ ടീമിലുണ്ടോ? അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ഒരു ഓഡിയോ കേട്ടു. മോനെ, ഈ നമ്മളെ എന്നെ ആരെങ്കിലും പീഡിപ്പിച്ചാലേ ഉള്ളൂ സിനിമയിൽ. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി ഒരാളെ ഇന്ന് വരെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഏതെങ്കിലും ഒരു നടിയുടെ ഈ കഥയെ മുട്ടാനോ പിന്നെ അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കാമല്ലോ, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കണം. കാരണം അന്നത്തെ എന്തെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കുട്ടി അവൾക്ക് ഗതികേട് കൊണ്ട് വരുന്നതാണ്. അവരെ നമ്മളെന്തെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട്, ഞാൻ ഒരുപാട് നടിമാരെ എൻ്റെ സുഹൃത്തുക്കളെ ഇതേ അവർക്കൊരു വേഷം കൊടുക്കുക ഏട്ടാ, എന്താ സുധീറെ, ഒന്നുമില്ല പാവ ഗതികേട്, അവരിങ്ങനെ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് വേഷം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ നിനക്ക് റെക്കമെൻഡ് ചെയ്തല്ലേ, നീ എൻ്റെ കൂടെ വരിക അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടത് അങ്ങനെ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണല്ലോ ക്യാൻസർ വന്നിട്ടും, അതായത് 4th സ്റ്റേജായിട്ടും ഇപ്പോഴും സർവൈവ് ചെയ്ത് നല്ല അന്തസ്സായിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ കയറിയല്ല, ഇനിയിപ്പം എന്താണെന്നറിയാം, എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്കപ്പ് പോലും ചെയ്യാറില്ല ഇപ്പം. അത് എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണ ആവശ്യമില്ല, വരുന്നെങ്കിൽ വരട്ടെ മതി. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കൾ അവർ സേഫായി, മക്കൾ അവരെ നോക്കിക്കോളും. ഇത്ര നാളും ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു. സിനിമയുണ്ട് അത്യാവശ്യം, എവിടെയെങ്കിലും ലൊക്കേഷൻ കിടന്ന് ഏതെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴോ എവിടെയെങ്കിലും അന്തസ്സായിട്ട് വീണ് മരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചത്. കാര്യം നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ ഉള്ള ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം നാറിയില്ലേ ഇപ്പം? നാറി എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തർ വിളിച്ച് എന്നെ കളിയാക്കുന്ന പോലെ, ഇതാണ് എല്ലാം കോഴികളല്ലേ നിങ്ങൾ. പിന്നെ ഇന്ന് രാവിലെ കേട്ടില്ലേ, ഇത് എന്തൊക്കെയോ എവിടേക്കോ നടന്നതുകൊണ്ട് എല്ലാവരും പഴി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അവസ്ഥയിലേക്ക് വരും. എനിക്കൊരു ഓഡിയോ കേൾക്കേണ്ടി വന്നു, സോറി. ഞാൻ കേട്ടത് വേറൊന്നുമില്ല, ചേട്ടൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വോയിസിലിങ്ങനെ അയച്ചത്, ആ 15 അംഗ ടീമിൽ താങ്കളും ഉണ്ടോ എന്ന ഒരു കളിയാക്കൽ രീതിയിലാണ് ചോദിച്ചത്. ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാനൊന്ന് ചിരിച്ചു കളഞ്ഞു. 2ാം പ്രാവശ്യം ചോദിച്ചു, പിന്നെ ഞാൻ എഴുതി, പിന്നെ വോയിസ് അയച്ചു. അപ്പം ഞാൻ പ്രതികരിച്ചാണ്. മനസ്സിലായില്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന അവരുടെ കഥ മുട്ടുണ്ട്, അല്ല അവിടെ പോകേണ്ട കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ, എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വെളിയിലുണ്ട്. എനിക്ക് അവരുടെ കൂടെ പോകാൻ, അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പോവുകയും അവരുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ എന്തി പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ തന്നെ ഞാൻ പച്ചയ്ക്കാണ് പറഞ്ഞത്, അവരുടെ കൂടെ പോവുകയും ചെയ്യും. അതിന് എനിക്ക് എൻ്റെ ഭാര്യയെ ബോധിപ്പിച്ചാൽ പോരെ. അതെ, എനിക്ക് വേറെ ആരുടെയും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാനും പോയിട്ടില്ല. അവർ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അല്ല പിന്നെ എന്ത് പറയാൻ, എന്ത് തന്നാലും ചിലപ്പോൾ തല്ല് തന്നാലും സ്വീകരിക്കും. ഞാൻ സീരിയസ്. സോ അല്ല, ഞാൻ എന്ത് ചെയ്യാനാ ഇപ്പം ഞാൻ നല്ലവനാന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇത് ആരെ വെക്കാനാ, ആരെ ബോധിപ്പിക്കാനാ? എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയും എൻ്റെ തന്തയും തള്ളയൊക്കെ ബോധിപ്പിച്ചാൽ പോരെ. പിന്നെ എനിക്ക് പുറത്ത് ആരെയും ഞാൻ ബോധിപ്പിക്കണ്ടേ? പറ. ഈ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഒമർലുലുക്കയും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് തന്നെ താഴെ പവർ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമൻസ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഒമർലുലുക്കയുടെ 2 മാസം 3 മാസം മുമ്പ് ഒരു കേസ് സിനിമയായിട്ട് ബന്ധപ്പെട്ട്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ലേഡി കൊടുക്കുകയുണ്ടായി. ഈ സിനിമയാണോ എന്തോ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാവരോടും ഒന്നിച്ച് വന്നപ്പോൾ ഈ കമൻസ് കേരളക്കാർക്ക് കമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനകത്ത് ചേട്ടൻ്റെ പേരും കൂടെ വന്ന് പവർ ഹീറ്റേഴ്സ് എല്ലാം ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നു. അടിപൊളി കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യം അത്. കാരണം ഈ ഒമർലുലു ആരെങ്കിലും എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വേണ്ടെന്ന് പറയാൻ പുള്ളി ആണല്ലേ. ഇത് പ്രകൃതിയുള്ള കാലം മുതലുള്ളതാണ്. പെണ്ണും സംഗമിച്ച കൊണ്ടാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഒമർലുലു അയാളെ ആരെങ്കിലും ഒരുത്തി പുള്ളിയുടെ കൂടെ വന്നാൽ പുള്ളി ആണാണ്. അതിനെ പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനെ കുറ്റം പറയാൻ ഈ പറയുന്നവർക്ക് എന്താ അധികാരമുള്ളത്? ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ എല്ലാവർക്കും ഇത് അറിയാൻ ആഗ്രഹം, ഇതാരാണ് 15 പേര്, ഇത് ആരുടെയൊക്കെ റൂമിലാണ്, ആരൊക്കെ തട്ടിയത്, ആരൊക്കെ ആരുടെ കൂടെ, ഇതറിയാൻ മലയാള സിനിമയിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല,
ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്, വ്യഗ്രത. വ്യഗ്രതയാണ്. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ആ ചേട്ടനെ കീപ്പാട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ആഹാ. എന്നിട്ട് അവരെന്നെ കൊണ്ടു നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ തന്നു. കാരണം എനിക്ക് അവരുടെ തിരിച്ചല്ല ചേട്ടാ. അവരുടെ കീഴിൽ വലിയൊരു ആളാണ്. ആഹാ. അവരുടെ കീഴിൽ ജോലിയായിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ജോലി. എൻ്റെ ജോലി അവർ പറയുന്ന ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത്, പടമൊന്നും ഇല്ലായിരുന്നു. ഓ, അപ്പോൾ കുറേ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പോൾ ഞാൻ എവിടെ പോയി പരാതിപ്പെടും? എനിക്ക് ആരും നീതി തരും? അതെന്താണ് ചേട്ടാ, നമുക്കൊരു നീതിയില്ല, അവർക്ക് വേറെ നീതി. നമുക്ക് എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അല്ലെങ്കിൽ എന്നെ എന്ത് പേരാ എന്നെ വിളിക്കുന്നത്? അതിന് നിങ്ങൾ എന്ത് പേര് എനിക്ക് തരും? ഈ സാധാരണ ഞാൻ പറയുന്നത് ഞാൻ നുണ പറയാറില്ല. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ എൻ്റെ വൈഫിനെ ഇരുത്തിക്കൊണ്ടല്ലേ പറയണേ. കല്യാണത്തിന് മുന്നേ ആണോ ശേഷമാണോ ഈ ഒരു അനുഭവം ഉണ്ടായത്? കല്യാണത്തിന് മുമ്പോ ശേഷമോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് 3 വർഷമായിട്ട് ഒരാൾ 3 വർഷമായിട്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, എടി ഇതാണ് സംഭവം, ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും അതും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഞാനാ. അവര് അവസാനം എന്നോട് വന്ന് ചോദിച്ചു, അവരുടെ എന്തോ ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വർത്തമാനം, അതെന്ത് ടോക്കാണ്, അതിൻ്റെ ആവശ്യമില്ല ഇത്രയും നാളും. അപ്പോൾ എന്നെ കട്ട് ചെയ്ത് തരും. ഇതൊക്കെ ഭയങ്കര കേട്ട് കേൾവിയുള്ളൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻഡസ്ട്രിയിൽ ധൈര്യമുള്ളത്? ആരും പറയില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ആരും പറയില്ലല്ലോ. പറയൂ. ആരും പറയില്ല. അതിന് എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ചങ്കൂറ്റമുണ്ട്. കാരണം എനിക്ക് എൻ്റെ വൈഫിനെയും എൻ്റെ പിള്ളേരെ നോക്കിയാൽ മതി. എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം 6 പാക്കും എൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ലേഡീസ് സർജൻസ് അല്ല പിന്നെ ഞാൻ ബൈസെക്ഷൻ അല്ല, ഇത് 3 വർഷം വരെ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ബോധമില്ല. അതിന് ഞാൻ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യും? അപ്പോൾ ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതെ, പെണ്ണുങ്ങളിൽ നിന്നും ആണുങ്ങളിൽ നിന്നൊക്കെ അനുഭവിച്ചു. പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റാണ്, ആരോട് പറയും? ഞാൻ ആരോടും ആര് കേൾക്കും? ഇത് എന്നെ ആര് കേൾക്കും? അപ്പം എന്നെ ഇപ്പം അതിൻ്റെ താഴെ കുട്ടൻ എന്ന് പറയും. ആയിക്കോട്ടെ. ഇതാണ് ലോകം, അതാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ ഇത്രയും പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ചാനലിൽ എനിക്ക് അന്നം തരുന്ന ഇൻഡസ്ട്രി. കാരണം ഈ പറഞ്ഞവരൊക്കെ സിനിമാക്കാരാണ്. പെണ്ണായാലും ആണായാലും സിനിമയുടെ ചോറാണ് എല്ലാവരും കഴിക്കുന്നത്. അതെ. ഇവർ ചങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ? സിനിമ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ സിനിമ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയല്ല, ലോക സിനിമ, ഈ പ്രവണതയൊക്കെ നടക്കുന്നതാണ്. ആരും കയറി പിടിക്കുന്നില്ല. മാത്രമല്ലല്ലോ ചേട്ടാ, എല്ലാ ഫീൽഡിലും, ഇപ്പം ടെക്സ്റ്റൈൽസ് ഫീൽഡ്, എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള പരിപാടികളിലെ മേലുദ്യോഗസ്ഥർ ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പം എനിക്കറിയാവുന്ന എത്രയോ പല സ്ഥാപനങ്ങളിലുണ്ട്. അവരെല്ലാം പിന്നെ സിനിമാക്കാർക്ക് മാത്രം എത്ര കൊമ്പ്? ആരും എന്നെ ഇപ്പം ഞാൻ വിളിക്കുന്നു, മോളെ എൻ്റെ കൂടെ വരുന്നു. ഇല്ല ഏട്ടാ, എനിക്ക് വേറെ പണിയുണ്ട്. തീർന്നില്ലേ? ഞാൻ വരുമോ അവിടെ? ഒരിക്കലും ഇല്ല. ഇന്നലെ ഒരു കുട്ടിയുടെ ഇത് കേട്ടു. ആ കുട്ടി കുട്ടിയുടെ പുള്ളിക്കാരത്തി ഏതോ ഒരു News 18 എങ്ങാണ്ടാ കൊടുത്തത്. ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ എഴുതി കരഞ്ഞോണ്ടാ പറയണേ, പലരുടെയും പറയാൻ നടന്നു. പക്ഷേ ഞാൻ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഞാൻ ഇതും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ആവശ്യം വേറെയാണ്, അവരുടെ വേറെ ആവശ്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സിനിമയിൽ ഒന്നും ആയിട്ടില്ല. അല്ല, അഭിനയിക്കാൻ നടന്നു. അന്നും എനിക്ക് രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പലരും അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. പിന്നെ ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്നവരെ ഇങ്ങനെ ഇപ്പോൾ ഈ അലിഗേഷൻ ഉണ്ടാക്കി മറ്റുള്ളവർക്കെതിരെ മൊഴി കൊടുത്തവർക്ക് ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇവർക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? അവരുടെ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് എല്ലാം നേടി ആനപ്പുറത്തിരുന്നിട്ട് ഇപ്പം അവിടെ കിടന്നിട്ട് ഒന്നും ഇപ്പം ആരും പേടിക്കണ്ട, എല്ലാം നേടി ചിന്തിച്ചില്ല. അതെ, മനസ്സിലായില്ലേ? ഇരുന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഈ സ്വന്തം പല്ലട കുത്തി
മണക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടെന്ന് ആ കുട്ടി അതും ചോദിച്ചു. ഞാൻ പോയിട്ടില്ല, എൻ്റെ സിനിമാ ഭാവി മുരടിച്ചു പോയി. പക്ഷേ ഈ പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആരെയും കുറ്റം പറയാനും ഇപ്പോൾ 2 ചേരിയായിട്ട് തലത്തിൽ ആർക്കും അധികാരമില്ല. ഇപ്പോൾ വന്ന പുതിയ വേർഡ്സ് ഉണ്ടല്ലോ, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, കാസ്റ്റിംഗ് കൗച്ച്. അപ്പോൾ ചേട്ടൻ എന്താ ഇതിനെപ്പറ്റി തോന്നുന്നത്? എന്താ? ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വാഴ കണ്ടു. അതിനകത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ല ആ സിനിമയിൽ. ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ DNA ഞാൻ അഭിനയിച്ച പടം അതിനകത്തുണ്ട് 2-3 പെണ്ണുങ്ങളുണ്ട്. മറ്റേ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി നാശികയുടെ പടം. നായിക അല്ലാതെ വേറെ ആരും എൻ്റെ സ്മൃണമുണ്ട്. ഈ വാഴയ്ക്കകത്ത് സ്മൃണു ഉണ്ട്. വേറെ ഞാൻ അഭിനയിച്ചത് ഗുലാം തട്ടുകട, പേരിലൊരു നായികയുണ്ട്, ഒരു സ്ത്രീ. ഇപ്പം പിന്നെ റിലീസാവുന്നു ഒമർ ലുലുവിൻ്റെ പടം. അതിനകത്ത് ഷീലു മാം അല്ലാതെ പുള്ളിക്കാരത്തല്ലാതെ വേറെ അതിനകത്തില്ല ആരാധ്യമുണ്ട്, പേരിന് ഉണ്ട്. എന്തുകൊണ്ട് സ്ത്രീജനങ്ങളെ വയ്ക്കുന്നില്ല? പേര് കേൾക്കുമെന്ന് പേടിച്ചിട്ട് എന്തിനാ റിസ്ക് എടുക്കണത്? ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് വരുന്നവരെ പോലും വയ്ക്കാത്തൊരവസ്ഥയായി. അതെന്താണ്? അത് നേരത്തെ സ്ത്രീകൾ ഇഷ്ടംപോലെ എല്ലാ പടത്തിലും നിറച്ച് പെണ്ണുങ്ങളും ഒക്കെ. ഞാൻ ആ മിന്നായിട്ട് സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുവൻ ഇപ്പം ഈ പറഞ്ഞ പോലെ സീരിയലിൽ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾ. മനസ്സിലായില്ലേ? സിനിമയിൽ അതിനകത്ത് മാത്രമേ ഉള്ളൂ. സിനിമയിൽ പെണ്ണുങ്ങളെ വെച്ച് അവർക്ക് ഒന്നാമത്തെ കാര്യം സ്ത്രീ ഓഡിയൻ്റ് ഫിലിം ഇറങ്ങിയാൽ അത് വലിയ സാമ്പത്തികമായിട്ട് ഓടുന്നില്ല. അത് ഒരു മടിയാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ അലിഗേഷൻസ് ഈ കുരിശുകളെടുത്ത് തലവെക്കുന്നത്. ഒരു സ്ത്രീ അതായത് കൂടുതൽ പ്രതികരിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ അവിടെ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണേ. എൻ്റെ അറിവിൽ ഇതൊന്നുമില്ല. എൻ്റെ അറിവിൽ അഭിനയിക്കാൻ തന്നെ ഇനി അവർ തമ്മിൽ വല്ല അന്തർധാര വല്ലതും ഉണ്ടോ എന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ ഞാൻ അഭിനയിക്കാൻ വന്ന് ഞാൻ എത്രയോ 100 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ തമ്മിൽ ഫോണുള്ളതല്ലേ, ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ പേരിൽ ഫോണിൽ കൂടെ തന്നെ പറയാം, സോറി ഏട്ടാ എനിക്ക് പറ്റില്ല, നീ കണ്ടമൊഴി ഓടിക്കാം, നിൻ്റെ സിനിമയും വേണ്ട, ഒരു കോപം വേണ്ട, എനിക്ക് ഞാനിവിടെ തൊഴിലുറപ്പിന് പോയിക്കോളാം. എന്തേ പറയാത്തെ? പറഞ്ഞാൽ പോരെ, അവിടെ പ്രശ്നം തീരുമല്ലോ. ഇത് എവിടെ ഒരു വിഷയം ഇപ്പം ഒരു ദിലീപേട്ടൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ ചൂട് പിടിച്ചാണല്ലോ ഈ സംഭവങ്ങളൊക്കെ വന്നേ. അത് ക്ലിയർ ചെയ്യാനുള്ളതിനെ ബാക്കി അടച്ച് സിനിമ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു വേറെ ന്യൂസൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ട് ചേട്ടാ അതിനകത്ത് പ്രമുഖരെന്ന് പറയുന്നു. ഈ പ്രമുഖരെന്ന് പറയുമ്പോഴും ഈ മെയിൻ തലത്തിലുള്ള താരങ്ങളുടെ എല്ലാം പേരുകൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും. പ്രമുഖരെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇൻവിസിബിൾ മാനുണ്ട്, ഇൻവിസിബിൾ ആക്ടർ അല്ലേ അതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇതിനകത്ത് ഈ 250 പേജോളം വരുന്നതിനകത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖർ എന്ന് പറയുമ്പോൾ 15 പേര്, ഇതിനകത്ത് പലരെയും പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും പ്രമുഖരായിട്ട് വരുമ്പോൾ. ഈ പ്രമുഖരെയൊക്കെ ചേട്ടനും അറിയാം. പ്രമുഖരെ എനിക്കെങ്ങനെ അറിയണേ? അതല്ല, ഈ പറഞ്ഞ അല്ല നമുക്ക് നിങ്ങൾ ഊഹിക്കുന്നില്ലേ ഇപ്പം ആരൊക്കെയാന്ന്? എനിക്ക് വേണമെങ്കിൽ ഊഹിക്കാം. മനസ്സിലായി. ഇന്നിപ്പം കേട്ടു പിന്നെ സർക്കാരിൻ്റെ മേളിൽ ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്, ഇതിൻ്റെ പേര് കോടതി കൊടുക്കാൻ. ഇപ്പം ന്യൂസ് ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേരറിഞ്ഞു, നാളെ ഇവർ ഈ സിനിമയിൽ അഭിനയം നിർത്തിയിട്ട് എല്ലാവരും അടപടലെ 15 പേരും കാശിക്ക് പോകും. ഒരിക്കലും ഇല്ല, വീണ്ടും സിനിമയിൽ തന്നെ കാണും. സിനിമ തന്നെ കാണുമല്ലോ, ഇല്ലേ? കാണും. ഈ ഇതിൻ്റെ പേര് പറഞ്ഞവരും ഇവിടെ നിന്നേ പറ്റുള്ളല്ലോ, അത്രയേ ഉള്ളൂ. ആരെങ്കിലും അവരുടെ കുടുംബം അവരുടെ നിങ്ങളിങ്ങനെ ആയിരുന്നോ എന്ന് കരുതി അവരുടെ ഭാര്യമാർ വരെ കളഞ്ഞിട്ട് പോവുമോ? ഒരിക്കലും പോവില്ല. ഒരിക്കലും പോവില്ലെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ സാക്ഷാത്കാരം ഞാൻ പറയാം, പോവില്ല. കാര്യം അവർക്കൊക്കെ അതിൻ്റെ ഗൗരവം എന്താണെന്നും ഇത് പിന്നെ കേൾക്കുമ്പോൾ ജനത്തിനൊരു സുഖം, പ്രത്യേകിച്ചും ഒരു കൊച്ചു സുഖം. അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആരും പറയാം എല്ലാവരും ടെൻഷനാണ്, എല്ലാം പാനിക്കാണ്. ഒരാൾ പാനിക്കില്ല, എല്ലാവരും കർത്തവ്യം നിരതരാണ്. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15 പേർ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരെയും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ചേട്ടന് ഈ ഒരു റീസെൻ്റ്ലി അല്ലേ ഇപ്പോൾ 2-3 പടങ്ങളിലല്ലേ ഇപ്പോൾ നായകന്മാരൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പം അതിൻ്റെ മുന്നേയൊക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടില്ലേ, തൂവാനത്തുമ്പി തൊട്ട് എത്രയോ പടങ്ങളൊക്കെ എല്ലാം. അതിനകത്തെ പാർവതി ചേച്ചി, പിന്നെ സുമലത, അവരൊക്കെ എന്തൊരു അത് ഓർക്കുണ്ടോ? പ്രമേശ് സാറിൻ്റെ പടം, അതെല്ലാം നമ്മൾ ഈ മഴ പെയ്യുന്നു മദ്ദളം കിട്ടുന്നു, പ്രീതേഷ് സാറിൻ്റെ പടം എല്ലാം എത്ര രസമായിരുന്നു ആ സിനിമയൊക്കെ, ആ കാലഘട്ടമൊക്കെ.
അന്നത്തെ സംഭവങ്ങൾ വരെ ഇന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക, മരിച്ച ആളുടെ പേര് വരെ പറയുന്നുണ്ട്. അതെ ചേട്ടാ, ഈ ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ തന്നെ 70-80 കാലഘട്ടങ്ങളിൽ അഭിനയിച്ച നായികമാരുണ്ട്, ഇപ്പോൾ 2024 നായികമാരുണ്ട്. ഇവരെല്ലാം ഇതിൽ പെടില്ലേ? ഇതിൽ ചെയ്യാത്തൊരു കാണും, നിരപരാധികൾ കാണും. അപ്പോൾ ഈ പറഞ്ഞ ഹേമ കമ്മീഷനകത്ത് ഇവരെല്ലാം വരുന്നൊരു സ്ഥിതിയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും വരട്ടേന്നേ, വന്ന് ഈ പറഞ്ഞ പോലെ പേരും കൊടുക്കട്ടെ, ഇത് ഒറ്റയടിക്ക് തീരുമല്ലോ. ഈ ഇഞ്ചിഞ്ചായിട്ട് ഇപ്പൊ വേണുചേട്ടൻ തേങ്ങയും കൊണ്ട് അടിക്കാൻ വേണ്ടി കറങ്ങിടക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഓടി നടക്കുന്ന പോലെയാണ് ജനങ്ങൾ. ഇപ്പം എന്റെ പുറകെ അടിസാമി തേങ്ങ അവസാനം വാങ്ങിച്ചു അടിക്കുമ്പോഴത്തേക്ക് ഇല്ലേ ഇന്നസെന്റായിട്ട് കൈവിട്ട് നിൽക്കുന്ന പോലെ കരയുന്നത് വേറെ ആരായിരിക്കും, മനസ്സിലായില്ലേ? ഈ കൈവിട്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നുള്ള യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്തോന്ന് ഈ ഞാൻ പറഞ്ഞ ശരിയാണ്? അല്ല ഒരിക്കലും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം ഈ ഉമിനീരിറക്കി കഴിക്കുന്ന മരിക്കുന്നതല്ലാതെ വെള്ളം കുടിച്ച് മരിക്കുന്നതായിരിക്കുന്നല്ല. അതിന് ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ചായിട്ട് കൊല്ലാതെ പെട്ടെന്ന് പറയുന്നതായിരിക്കും. ഇത് തന്നെ ഞാൻ പറയാനുള്ളത്. എന്തിനാ ഇത് ഇഞ്ചിൻ ചായിട്ട് മരിക്കണേ? ഇതാ എത്രയും പെട്ടെന്ന് കവറൊക്കെ കൊടുത്ത് പൊട്ടിച്ച് വായിച്ചാ ഹലോ ഞാനാണ് എന്തേ എന്ന് പറയാനുള്ള ഇതുപോലുള്ള ചങ്കൂറ്റം കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ മതി, തീരാവുന്ന പ്രശ്നമുള്ളത്. ഇതാരെ പേടിക്കണത്?